ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന മലയാളം സംസാരിച്ച് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ്. എന്നാലും നമുക്കത് ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്തത്? മലയാളത്തിൽ നമ്മളൊരു സെൻറ്റൻസ് പറയുന്ന രീതിയിലല്ല ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാന്നുള്ള ഈ ഒരു സീരീസിൽ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഓരോ പുതിയ വാക്കുകളും സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടും എളുപ്പമാണ്. പിന്നെ കഥ കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഇതിൽ ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ കഥ കേട്ടു നോക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് വാട്ട് ഈസ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്താണ്, അല്ലെങ്കിൽ അത്താഴത്തിന് എന്താണ്? വാട്ട് ഈസ് ഫോർ ഡിന്നർ. സാം ഓൾവേസ് കംപ്ലൈൻഡ് അബൌട്ട് ഹിസ് വൈഫ് ഡോളി. സാം എപ്പോഴും തൻ്റെ ഭാര്യ ഡോളിയെക്കുറിച്ച് പരാതി പറയുമായിരുന്നു. സാം ഓൾവേസ് കംപ്ലൈൻഡ്. ഓൾവേസ് എപ്പോഴും. കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക അല്ലെങ്കിൽ പരാതി പറയുക. സാം ഓൾവേസ് കംപ്ലൈൻഡ്. സാം എപ്പോഴും പരാതി പറയുമായിരുന്നു. ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത്? അബൌട്ട് ഹിസ് വൈഫ് ഡോളി. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. അബൌട്ട് ഹിസ് വൈഫ് ഡോളി, തൻ്റെ ഭാര്യ ഡോളിയെക്കുറിച്ച്. ദേ വർ മാരിഡ് ഫോർ ഓവർ 15 ഇയേഴ്സ്. 15 വർഷത്തിലേറെയായിരുന്നു അവർ വിവാഹിതരായിട്ട്. ഫോർ ഓവർ 15 ഇയേഴ്സ് എന്ന് വെച്ചാൽ 15 വർഷത്തിലേറെയായി. ദേ വർ മാരിഡ് ഫോർ ഓവർ 15 ഇയേഴ്സ്. ഡോളി വാസ് എ വില്ലേജ് ഗേൾ ബട്ട് സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. ഡോളി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു, പക്ഷെ സാം ഒരു നഗരത്തിലാണ് വളർന്നത്. ഡോളി വാസ് എ വില്ലേജ് ഗേൾ. വില്ലേജ് ഗ്രാമം. വില്ലേജ് ഗേൾ എന്ന് വെച്ചാൽ ഗ്രാമീണ പെൺകുട്ടി. ഡോളി വാസ് എ വില്ലേജ് ഗേൾ. ഡോളി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. ബട്ട് സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. റേസ് എന്ന് പറഞ്ഞാൽ വളർത്തുക, വളരുക, ഉയർത്തുക, വർദ്ധിപ്പിക്കുക. ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വളരുക എന്നുള്ള അർത്ഥത്തിലാണ്. സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. സാം ഒരു സിറ്റിയിലാണ് വളർന്നത്, അല്ലെങ്കിൽ ഒരു നഗരത്തിലാണ് വളർന്നത്. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്, ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ജീവിതത്തിൽ ഒരുപാട് സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഡോളിയെല്ലാം പൂർണ്ണതയോടെ കൈകാര്യം ചെയ്തു. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നാലും, ആയിട്ടും, എന്ന് വരികിലും, ഇതൊക്കെയാണ് അർത്ഥം. അലോട്ട് ഒരുപാട്. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ. ഡിഫറൻസ് വ്യത്യാസം. അപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ സാംസ്കാരികമായ വ്യത്യാസം. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്. അവർക്ക് സാംസ്കാരികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇൻ ലൈഫ് ജീവിതത്തിൽ ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. മാനേജ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക, നിയന്ത്രിക്കുക അല്ലെങ്കിൽ നടത്തുക. എവറിത്തിങ് എല്ലാം. പെർഫെക്ഷൻ പരിപൂർണത. ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ഡോളി എല്ലാം പൂർണ്ണതയോടെ കൈകാര്യം ചെയ്തു. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്, ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ് അബൌട്ട് ഡോളി വാസ് ദാറ്റ് ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. ഡോളിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പരാതി അവൾക്ക് കേൾവിശക്തി നഷ്ടപ്പെടുന്നു എന്നതായിരുന്നു. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ്. ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ. കംപ്ലൈൻറ്റ് പരാതി. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ് ഏറ്റവും പുതിയ പരാതി. അബൌട്ട് ഡോളി ഡോളിയെക്കുറിച്ച്. അബൌട്ട് കുറിച്ച്. വാസ് ദാറ്റ് അതായിരുന്നു. എന്തായിരുന്നു? ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഹിയറിംഗ് കേൾവി. ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. അവൾക്ക് കേൾവി നഷ്ടപ്പെടുകയായിരുന്നു. സാം വാസ് വറീഡ് ദാറ്റ് ഡ്യൂ ടു ഏജിംഗ് ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. പ്രായാധിക്യം മൂലം ഡോളിയുടെ കേൾവി ശക്തി ക്രമേണ നഷ്ടപ്പെടുകയാണെന്ന് സാം ആകുലപ്പെട്ടിരുന്നു അല്ലെങ്കിൽ സാം വിഷമിച്ചിരുന്നു. സാം വാസ് വറീഡ്. സാം വിഷമിച്ചിരുന്നു അല്ലെങ്കിൽ ആകുലപ്പെട്ടിരുന്നു. ഡ്യൂ ടു ഏജിങ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ഏജിങ് പ്രായമാകൽ അല്ലെങ്കിൽ പ്രായാധിക്യം. ഡ്യൂ ടു ഏജിങ് പ്രായാധിക്യം കാരണം. ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. ഗ്രാജ്വലി എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ, ക്രമേണ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ. ലൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു നഷ്ടമാവുക. ഹിയറിംഗ് കപ്പാസിറ്റി കേൾവി ശക്തി. ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. ഡോളിക്ക് അവളുടെ കേൾവി ശക്തി ക്രമേണ നഷ്ടപ്പെടുകയായിരുന്നു. സാം വാസ് വറീഡ് ദാറ്റ് ഡ്യൂ ടു ഏജിംഗ് ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. പ്രായാധിക്യം കാരണം ഡോളിയുടെ കേൾവി ശക്തി ക്രമേണ നഷ്ടപ്പെടുകയാണെന്ന് സാം ആകുലപ്പെട്ടിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഒരു ദിവസം സാം സ്വീകരണ മുറിയിലിരുന്ന്
ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ. ഒരു ദിവസം അത് സംഭവിച്ചു. വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം. സാം ലിവിംഗ് റൂമിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ സാം സ്വീകരണ മുറിയിലായിരുന്നപ്പോൾ. ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഡോളിയുടെ അടുത്ത് നിന്ന് ഒരു കപ്പ് ചായ ചോദിച്ചു. ഇതൊന്നിച്ച് പറയുമ്പോൾ, അതായത് വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. സാം സ്വീകരണ മുറിയിലിരുന്ന് ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോൾ. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഒരു ദിവസം സാം സ്വീകരണ മുറിയിലിരുന്ന് ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. ഡോളി ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഡോളി പ്രതികരിച്ചില്ല. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഉത്തരം പറയുക. ഡോളി ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഡോളി പ്രതികരിച്ചില്ല. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ് ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ ഫോർ സം ടീ. അവൻ ശബ്ദം കൂട്ടി ഒരിക്കൽ കൂടി അവളോട് ചായ ചോദിച്ചു. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ്. അവൻ തൻ്റെ ശബ്ദം കൂട്ടി. ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ. വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി. വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ. ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ചോദിച്ചത്? ഫോർ സം ടീ. ചായയ്ക്ക് വേണ്ടി. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ് ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ ഫോർ സം ടീ. അവൻ ശബ്ദം കൂട്ടി ഒരിക്കൽ കൂടി അവളോട് ചായ ചോദിച്ചു. സ്റ്റിൽ ഹി ഹെഡ് നത്തിങ് ഫ്രം ഡോളി. ഇപ്പോഴും ഡോളിയിൽ നിന്ന് അവനൊന്നും കേട്ടില്ല. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ അല്ലെങ്കിൽ അനങ്ങാത്ത എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോഴും അല്ലെങ്കിൽ എന്നിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്. സ്റ്റിൽ ഹി ഹേർഡ് നത്തിങ് ഫ്രം ഡോളി. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്, കേട്ടു. സ്റ്റിൽ ഹി ഹേർഡ് നത്തിങ് ഫ്രം ഡോളി. ഇപ്പോഴും അവൻ ഡോളിയിൽ നിന്ന് ഒന്നും കേട്ടില്ല. ഹി ഗോട്ട് അപ്പ് ആൻഡ് സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ ആൻഡ് ആസ്ക്ഡ് ഡോളി ഫോർ സം ടീ. അവൻ എഴുന്നേറ്റ് മെല്ലെ അടുക്കളയിലേക്ക് നടന്ന് ഡോളിയോട് ചായ ചോദിച്ചു. ഹി ഗോട്ട് അപ്പ്. ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട് അപ്പ്, എഴുന്നേറ്റു. ഹി ഗോട്ട് അപ്പ്. അവൻ എഴുന്നേറ്റു. ആൻഡ് സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. സ്ലോലി പതുക്കെ. വാക്ക് നടക്കുക. സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. പതുക്കെ കിച്ചണിലേക്ക് നടന്നു അല്ലെങ്കിൽ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. ആൻഡ് ആസ്ക്ഡ് ഡോളി ഫോർ സം ടീ. ഡോളിയോട് ചായ ചോദിച്ചു. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് ആൻഡ് സെഡ് ദാറ്റ് ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. ഡോളി അല്പം ആശ്ചര്യപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. എ ബിറ്റ് അല്പം. സർപ്രൈസ് എന്ന് വെച്ചാൽ അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. ഡോളി അല്പം ആശ്ചര്യപ്പെട്ടു. ആൻഡ് സെഡ് ദാറ്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. അവളത് 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരും. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് ആൻഡ് സെഡ് ദാറ്റ് ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. A few days after that incident, സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ആ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സാമിന് ഒരാഴ്ച നഗരം വിടേണ്ടി വന്നു. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്. എ ഫ്യൂ കുറച്ച്. ആഫ്റ്റർ ശേഷം. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ലീവ് എന്ന് പറഞ്ഞാൽ അവധി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പോവുക, ഉപേക്ഷിക്കുക, വിടവാങ്ങൽ, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സാം ഹാഡ് ടു ലീവ് ടൗൺ. സാമിന് ടൗൺ വിടേണ്ടി വന്നു അല്ലെങ്കിൽ നഗരം വിടേണ്ടി വന്നു. ഫോർ എ വീക്ക് ഒരാഴ്ചത്തേക്ക്. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ആഫ്റ്റർ ഹിസ് റിട്ടേൺ ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തിരിച്ചെത്തിയ ശേഷം ഭാര്യയുടെ കേൾവിക്കുറവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഹിസ് റിട്ടേൺ. ആഫ്റ്റർ ശേഷം. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക. ആഫ്റ്റർ ഹിസ് റിട്ടേൺ അവൻ തിരിച്ചെത്തിയതിന് ശേഷം. ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഫൈൻഡ് ഔട്ട് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക. ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. അവൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. എക്സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ പരിധി, അളവ്, ഇതൊക്കെയാണ് അർത്ഥം. ഹിയറിംഗ് ലോസ് കേൾവിക്കുറവ്. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തൻ്റെ ഭാര്യയുടെ കേൾവിക്കുറവിൻ്റെ അളവ് അല്ലെങ്കിൽ വ്യാപ്തി. ആഫ്റ്റർ ഹിസ് റിട്ടേൺ ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തിരിച്ചെത്തിയ ശേഷം ഭാര്യയുടെ കേൾവിക്കുറവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ വിത്ത് എ ഡോക്ടർ പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. ഡോളിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ ഒരു ഡോക്ടറുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക. മാറ്റർ കാര്യം അല്ലെങ്കിൽ വിഷയം. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ. അവൻ ഈ കാര്യം ചർച്ച ചെയ്തു. വിത്ത് എ ഡോക്ടർ ഒരു ഡോക്ടറുമായി.
പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. പ്രയർ എന്ന് വെച്ചാൽ മുൻപേയുള്ള. പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. ഡോളിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ വിത്ത് ദ ഡോക്ടർ പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. ദ ഡോക്ടർ ടോൾഡ് ഹിം ആൻ ഈസി വേ ടു ഫൈൻഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹെർ ഹിയറിംഗ് ലോസ്. അവളുടെ കേൾവിക്കുറവിൻ്റെ അളവ് കണ്ടെത്താൻ ഡോക്ടർ അവന് ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുത്തു. ദ ഡോക്ടർ ടോൾഡ് ഹിം. ടോൾഡ് പറഞ്ഞു. ദ ഡോക്ടർ ടോൾഡ് ഹിം. ഡോക്ടർ അവനോട് പറഞ്ഞു. ആൻ ഈസി വേ. ഈസി വേ എന്ന് വെച്ചാൽ എളുപ്പ വഴി. ആൻ ഈസി വേ ഒരു എളുപ്പ വഴി. ടു ഫൈൻഡ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ടു ഫൈൻഡ് കണ്ടെത്താൻ. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹെർ ഹിയറിംഗ് ലോസ്. എക്സ്റ്റെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അളവ് അല്ലെങ്കിൽ പരിധി. ഹിയറിംഗ് ലോസ് കേൾവിക്കുറവ്. ടു ഫൈൻഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹെർ ഹിയറിംഗ് ലോസ്. അവളുടെ കേൾവിക്കുറവിൻ്റെ അളവ് അല്ലെങ്കിൽ പരിധി കണ്ടുപിടിക്കാൻ. ദ ഡോക്ടർ ടോൾഡ് ഹിം ആൻ ഈസി വേ ടു ഫൈൻഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹെർ ഹിയറിംഗ് ലോസ്. സാം റീച്ച്ഡ് ഹോം ആൻഡ് കോൾഡ് ഫോർ ഹിസ് വൈഫ് ഡോളി വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. സാം വീട്ടിലെത്തി വാതിൽ കടന്നപ്പോൾ ഭാര്യ ഡോളിയെ വിളിച്ചു. സാം റീച്ച്ഡ് ഹോം. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. സാം റീച്ച്ഡ് ഹോം. സാം വീട്ടിലെത്തി. ആൻഡ് കോൾഡ് ഫോർ ഹിസ് വൈഫ് ഡോളി. തൻ്റെ ഭാര്യ ഡോളിയെ വിളിച്ചു. വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. എൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ അകത്ത് കടക്കുക. വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. അവൻ വാതിൽ കടന്നപ്പോൾ. സാം റീച്ച്ഡ് ഹോം ആൻഡ് കോൾഡ് ഫോർ ഹിസ് വൈഫ് ഡോളി വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. ഡോളി വാസ് ഇൻ ദ കിച്ചൺ പ്രിപ്പയറിംഗ് ഡിന്നർ. ഡോളി അടുക്കളയിൽ അത്താഴം തയ്യാറാക്കുകയായിരുന്നു. ഡോളി വാസ് ഇൻ ദ കിച്ചൺ. ഡോളി കിച്ചണിലായിരുന്നു അല്ലെങ്കിൽ അടുക്കളയിലായിരുന്നു. പ്രിപ്പയറിംഗ് ഡിന്നർ. പ്രിപ്പയർ എന്ന് വെച്ചാൽ തയ്യാറാക്കുക അല്ലെങ്കിൽ പാകം ചെയ്യുക. പ്രിപ്പയറിംഗ് ഡിന്നർ. ഡിന്നർ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ അത്താഴം തയ്യാറാക്കുന്നു. ഡോളി വാസ് ഇൻ ദ കിച്ചൺ പ്രിപ്പയറിംഗ് ഡിന്നർ. ഹി ഹെഡ് നത്തിങ് ഫ്രം ഹെർ. അവൻ അവളിൽ നിന്ന് ഒന്നും കേട്ടില്ല. അതായത് അവളുടെ അടുത്തുനിന്ന് ഒന്നും കേട്ടില്ല. ഹി ഹെഡ് നത്തിങ് ഫ്രം ഹെർ. ദെൻ ഹി ആസ്ക്ഡ് ഹെർ ഫ്രം ദ മെയിൻ ഡോർ ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. പിന്നെ അവൻ മെയിൻ ഡോറിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നിന്ന് അവളോട് ചോദിച്ചു, ഡോളി അത്താഴത്തിന് എന്താണ്? ദെൻ ഹി ആസ്ക്ഡ് ഹെർ. പിന്നെ അവൻ അവളോട് ചോദിച്ചു. എവിടെ നിന്നാ ചോദിച്ചത്? ഫ്രം ദ മെയിൻ ഡോർ. മെയിൻ ഡോറിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നിന്ന്. ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. വാട്ട്സ് ഫോർ ഡിന്നർ അത്താഴത്തിന് എന്താണ്? ദെൻ ഹി ആസ്ക്ഡ് ഹെർ ഫ്രം ദ മെയിൻ ഡോർ ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. സർപ്രൈസ്. നോ റെസ്പോൺസ്. ഓൾ വാസ് സൈലൻറ്റ്. ആശ്ചര്യം. പ്രതികരണമില്ല. എല്ലാം നിശബ്ദമായിരുന്നു. സർപ്രൈസ് അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. നോ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. നോ റെസ്പോൺസ് പ്രതികരണമില്ല. ഓൾ വാസ് സൈലൻറ്റ്. എല്ലാം സൈലൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ എല്ലാം നിശബ്ദമായിരുന്നു. സർപ്രൈസ്. നോ റെസ്പോൺസ്. ഓൾ വാസ് സൈലൻറ്റ്. ഹി വെൻറ്റ് ടു ഹിസ് റൂം ആൻഡ് ആസ്ക്ഡ് ഹെർ ഐ എം ഹിയർ വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി. അവൻ തൻ്റെ മുറിയിൽ ചെന്ന് അവളോട് ചോദിച്ചു, ഞാൻ ഇവിടെയുണ്ട്, അത്താഴത്തിന് എന്താണ് ഡോളി? ഹി വെൻറ്റ് ടു ഹിസ് റൂം. അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹെർ. അവളോട് ചോദിച്ചു, ഐ എം ഹിയർ. ഞാൻ ഇവിടെയുണ്ട്. വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി. ഡിന്നറിന് എന്താണ് ഡോളി? ഹി വെൻറ്റ് ടു ഹിസ് റൂം ആൻഡ് ആസ്ക്ഡ് ഹെർ ഐ എം ഹിയർ. വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി. ഹി സാറ്റ് ഓൺ ദ സോഫ ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. അവൻ സോഫയിലിരുന്ന് വീണ്ടും അവളോട് ചോദിച്ചു, ഡോളി അത്താഴത്തിന് എന്താണ്? വീണ്ടും നിശബ്ദമായിരുന്നു. ഹി സാറ്റ് ഓൺ ദ സോഫ. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് സാറ്റ്. ഇരുന്നു. ഹി സാറ്റ് ഓൺ ദ സോഫ. അവൻ സോഫയിലിരുന്നു. ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ. അഗെയിൻ വീണ്ടും. ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ. അവളോട് വീണ്ടും ചോദിച്ചു, ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. ഡോളി ഡിന്നറിന് എന്താണ്? അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. അഗെയിൻ വീണ്ടും. ഇറ്റ് വാസ് സൈലൻറ്റ് നിശബ്ദമായിരുന്നു. അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ് വീണ്ടും നിശബ്ദമായിരുന്നു. ഹി സാറ്റ് ഓൺ ദ സോഫ ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ. അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. വൈൽ ഹി വാഷ്ഡ് ഹിസ് ഫേസ് ഹി ആസ്ക്ഡ് ഹെർ വാട്ട്സ് ഫോർ ഡിന്നർ. മുഖം കഴുകുന്നതിനിടയിൽ അവൻ അവളോട് ചോദിച്ചു, അത്താഴത്തിന് എന്താണ്? വൈൽ ഹി വാഷ്ഡ് ഹിസ് ഫേസ്. വൈൽ എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വൈൽ ഹി വാഷ്ഡ് ഹിസ് ഫേസ്. അവൻ മുഖം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം കഴുകുന്നതിനിടയിൽ. ഹി ആസ്ക്ഡ് ഹെർ. അവൻ അവളോട് ചോദിച്ചു, വാട്ട്സ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്താണ്? ഹി ദെൻ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ഫോർവേഡ് ഇൻ ടു ദ കിച്ചൺ ആൻഡ് ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ. എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് കുറച്ച് ചുവടുകൾ വെച്ച് അതേ ചോദ്യം ചോദിച്ചു. ഹി ദെൻ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ഫോർവേഡ്. ദെൻ പിന്നെ അല്ലെങ്കിൽ എന്നിട്ട്. എ ഫ്യൂ കുറച്ച്. ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട്. ഹി ദെൻ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ഫോർവേഡ്. എന്നിട്ട് അവൻ കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചു. അതെങ്ങോട്ടാ? ഇൻ ടു ദ കിച്ചൺ. കിച്ചണിലേക്ക് അടുക്കളയിലേക്ക്. ആൻഡ് ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു.
അതേ ചോദ്യം ചോദിച്ചു. He then took a few steps forward into the kitchen and asked the same question. He tried with the question, "What's for dinner?" standing at different places at home to identify the extent of hearing loss. കേൾവിക്കുറവിൻ്റെ അളവ് തിരിച്ചറിയാൻ വീട്ടിൽ പലയിടങ്ങളിലായി നിന്നുകൊണ്ട് അത്താഴത്തിന് എന്താണ് എന്ന ചോദ്യത്തോടെ അവൻ ശ്രമിച്ചു. He tried with the question, "What's for dinner?" Try എന്ന് വെച്ചാൽ ശ്രമിക്കുക. He tried with the question, "What's for dinner?" ഡിന്നറിന് എന്താണ് എന്ന ചോദ്യം കൊണ്ട് അവൻ ശ്രമിച്ചു. എവിടെ നിന്നുകൊണ്ടാണ് ശ്രമിച്ചത്? സ്റ്റാൻഡിങ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഹോം. ഡിഫറെൻറ്റ് വ്യത്യസ്തമായ, ഡിഫറെൻറ്റ് പ്ലേസസ് വ്യത്യസ്തമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പലയിടങ്ങൾ, അറ്റ് ഹോം വീട്ടിൽ. He tried with the question, "What's for dinner?" standing at different places at home. വീട്ടിൽ പലയിടങ്ങളിലായി നിന്നുകൊണ്ട് അത്താഴത്തിന് എന്താണ് എന്ന ചോദ്യത്തോടെ അവൻ ശ്രമിച്ചു. എന്തിനു വേണ്ടിയാ? To identify the extent of hearing loss. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. എക്സ്റ്റെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അളവ് അല്ലെങ്കിൽ പരിധി. ഹിയറിംഗ് ലോസ് കേൾവിക്കുറവ്. ടു ഐഡൻറ്റിഫൈ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിയറിംഗ് ലോസ്, കേൾവിക്കുറവിൻ്റെ അളവ് തിരിച്ചറിയാൻ. He tried with the question, "What's for dinner?" standing at different places at home to identify the extent of hearing loss. He heard nothing from her. അവൻ അവളിൽ നിന്ന് ഒന്നും കേട്ടില്ല. He heard nothing from her. He then moved to the kitchen and asked her, "Dolly, what's for dinner?" എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് നീങ്ങി അവളോട് ചോദിച്ചു, "ഡോളി, അത്താഴത്തിന് എന്താണ്?" He then moved to the kitchen. എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് നീങ്ങി. And asked her, അവളോട് ചോദിച്ചു, "Dolly, what's for dinner?" ഡോളി, അത്താഴത്തിന് എന്താണ്? He then moved to the kitchen and asked her, "Dolly, what's for dinner?" Dolly became angry at him and said, "I'm saying it for the 8th time. It's chicken. Can't you hear it?" ഡോളി അവനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, "ഞാനിത് 8ാം തവണയാണ് പറയുന്നത്. ചിക്കനാണ്. നിങ്ങളത് കേൾക്കുന്നില്ലേ?" ഡോളി became angry at him and said, ഡോളി അവനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, "I'm saying it for the 8th time. ഞാനിത് 8ാം തവണയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ചിക്കൻ. ചിക്കനാണ്. കാൻഡ് യു ഹിയർ ഇറ്റ്? നിങ്ങളത് കേൾക്കുന്നില്ലേ?" ഡോളി ബിക്കെയിം ആംഗ്രി അറ്റ് ഹിം ആൻഡ് സെഡ്, "ഐ എം സേയിങ് ഇറ്റ് ഫോർ ദി 8th ടൈം. ഇറ്റ് ഈസ് ചിക്കൻ. കാൻഡ് യു ഹിയർ ഇറ്റ്?" സാം വെൻറ്റ് സ്പീച്ച്ലെസ്. സാം ഒന്നും മിണ്ടാതെ പോയി. സാം വെൻറ്റ് സ്പീച്ച്ലെസ്. വെൻറ്റ് പോയി. സ്പീച്ച്ലെസ് എന്ന് വെച്ചാൽ മിണ്ടാട്ടമില്ലാത്ത. സാം വെൻറ്റ് സ്പീച്ച്ലെസ്. സാം ഒന്നും മിണ്ടാതെ പോയി. സാം റിയലൈസ്ഡ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ് or blame others without knowing the truth. സത്യമറിയാതെ നിഗമനങ്ങളിലെത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് സാം മനസ്സിലാക്കി. സാം റിയലൈസ് ദാറ്റ്. റിയലൈസ് എന്ന് വെച്ചാൽ തിരിച്ചറിയുക. സാം റിയലൈസ് ദാറ്റ്. സാം അത് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി. വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിഗമനം. വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. ഒരാൾ നിഗമനങ്ങളിൽ എത്തിച്ചേരരുത്. ഓർ ബ്ലെയിം അതേഴ്സ്. ബ്ലെയിം എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. ഓർ ബ്ലെയിം അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത്. നോ അറിയുക. ട്രൂത്ത് സത്യം. വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത് സത്യം അറിയാതെ. സാം റിയലൈസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ് ഓർ ബ്ലെയിം അതേഴ്സ് വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത്. സത്യം അറിയാതെ നിഗമനങ്ങളിൽ എത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് സാം മനസ്സിലാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സ്റ്റോറീസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.